ഹായ് എസ് എൽ ഡോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സാധാരണ സ്നേഹം വളരുന്ന 3 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ശരിക്കും എല്ലാ ആളുകളുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാവുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലായിരിക്കും, അതിന് 3 ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് അട്രാക്ഷനാണ്. ഈ ഒരു ടൈമിൽ ശരിക്കും ഉണ്ടായിരിക്കുക ഒരു ക്യൂരിയോസിറ്റി, ഒരു സ്പാർക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ആ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ കാണുന്നത് അവരുടെ ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. ഇത്രത്തോളം അവർ പോസിറ്റീവാണ്, എനർജറ്റിക് ആണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവൾ അല്ലെങ്കിൽ ഇവൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് എന്നെ സംബന്ധിച്ച് എന്തോ ഒരു പ്രത്യേകത ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. അതായത് നിങ്ങൾക്ക് അവരൊരു പ്രത്യേകത ഉള്ളൊരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ഫാൻറ്റസി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരിക്കലും റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് അവരെന്താ ഇങ്ങനെയൊന്നും അറിയില്ല, പക്ഷേ അവർ കണ്ടപാടെ നമുക്ക് അവരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിക്കുക. അട്രാക്ഷനാണ് ഫസ്റ്റായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു അട്രാക്ഷൻ സ്റ്റേജിൽ മേ ബി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊരു പ്രണയമാണെന്നുള്ളത്. പക്ഷെ അത് പ്രണയത്തിലേക്ക് എത്തിയിട്ടില്ല, അട്രാക്ഷൻ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഫസ്റ്റ് സ്റ്റേജ് അവരെ കാണുന്ന സമയത്ത് നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ ആണ്. ഇതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. അതായത് നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തു, പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് അവരെ മനസ്സിലാക്കുക. അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ പതിയെ മനസ്സിലാക്കി വരും. ഇവിടെ ശരിക്കും നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, ആർഗ്യുമെന്റ്സ് വരും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. ബട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ മുന്നോട്ട് പോകും. അങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് നിങ്ങൾക്കിടയിലുള്ള ട്രസ്റ്റും അതുപോലെ തന്നെ പരസ്പരമുള്ള മനസ്സിലാക്കലും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സ്ലോലി ആയിരിക്കും നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവും. അതിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾ അവരെ കൂടുതൽ സ്നേഹിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഇവിടെ റെസ്പെക്റ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റെസ്പെക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിക്കഴിഞ്ഞു, ആ ഒരു സ്ട്രെങ്ത് കൂടിക്കഴിയുന്ന ഒരു ടൈമാണ് ഈ ഒരു രണ്ടാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അട്രാക്ഷനാണ്. നിങ്ങൾക്ക് അവരോട് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞു, അതൊരിക്കലും പ്രണയമല്ല, അട്രാക്ഷൻ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് പതിയെയാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഇവരെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അവരെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് നിങ്ങൾക്കിടയിൽ, അതായത് ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഗ്രോത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും കേട്ടോ. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ നിങ്ങൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല, നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ ആളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്കിടയിൽ ട്രസ്റ്റും എല്ലാം റെസ്പെക്റ്റും എല്ലാം വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നൊരു കാര്യമാണ് ഇനി ഇയാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളത്. അതാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഗോൾസിനും ഒക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങും. ചിലപ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ അവരുടെ ലക്ഷ്യങ്ങളും ലൈഫ് ഗോൾസും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, ആഗ്രഹങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആ ഒരു ടൈമാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ഈ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മാരേജിലേക്ക് പോകാം, പിന്നീട് അങ്ങോട്ട് ഫാമിലി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജുകളാണ് സാധാരണ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറ്. ഇതിന് കുറേ സ്റ്റേജുകളായിട്ട് പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനതിന് 3 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 3 സ്റ്റേജ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ എന്ന് പറയുന്നത് അട്രാക്ഷൻ സ്റ്റേജാണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന തിരിച്ചറിവ് എന്നുള്ള ആ ഒരു സംഭവമാണ്. ഞാൻ അതിന് തിരിച്ചറിവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജ് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ബാക്കി അങ്ങോട്ടുള്ള സ്റ്റേജുകൾ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക, ആ ആളുടെ കൂടെ തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്